അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഫസ്റ്റ് പാർട്ടിലെ 4ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുർ റാബിഉ, 4ാമത്തെ പാഠം സഈദൻ തയ്യിബ. അപ്പൊ നോക്കൂ, ളുഹ്റിന്റെ അസാൻ മുഴങ്ങി. സൈനബ, വെള്ളവും മണ്ണും എടുത്തു തരൂ. അഹ്മദ് സഹോദരിയെ വിളിച്ചു. കാലിന് പരിക്കേറ്റ് ബാൻഡേജ് ഇട്ട് കിടക്കുകയാണ് അഹ്മദ്. സൈനബ് വെള്ളവും മണ്ണുമായി സഹോദരനെ സഹായിക്കാനെത്തി. സൈനബ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അഹ്മദ് വുളു എടുത്തു. ചെവി തടവി കഴിഞ്ഞപ്പോൾ പൊടിമണ്ണെടുത്തു. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തൈമും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്തു. 2 കൈകളും മണ്ണിൽ അടിച്ചു. മുഖം തടവി. വീണ്ടും മണ്ണിലടിച്ചു. ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും തടവി. തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിന് മുകളിൽ മുഴുവനായി വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു. ശേഷം വുളുവിന്റെ പ്രാർത്ഥന നടത്തി. എനിക്ക് തൈമും ചെയ്യാൻ പറ്റുമോ? സൈനബ് ചോദിച്ചു. അഹ്മദ്, നിനക്കും തൈമും ചെയ്യാം, പക്ഷേ അതിന് ചില കാരണങ്ങളും നിബന്ധനകളുമുണ്ട്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് മാത്രമേ തൈമും ചെയ്യാവൂ. നിസ്കാരത്തിന്റെ സമയമാവുക, ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാവുക, തൈമുമിനു മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, ആദ്യം മുഖം തടവാനും പിന്നീട് 2 കൈകൾ തടവാനുമായി 2 തവണ മണ്ണ് അടിച്ചെടുക്കുക തുടങ്ങിയവ തൈമുമിന്റെ ഷർത്തുകളാണ്. സൈനബ്, എപ്പോഴാണ് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക? അഹ്മദ്, വെള്ളം ഇല്ലാത്തത് കൊണ്ടോ രോഗം കാരണമോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും. തൈമുമിന് 5 ഫർളുകളുണ്ട്. 1. മണ്ണ് അടിച്ചെടുക്കുക. 2. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഫർലായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഈ നിയ്യത്ത് മുഖം തടവുന്നതുവരെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. 3. മുഖം തടവുക. 4. 2 കൈകൾ തടവുക. 5. ക്രമപ്രകാരം ചെയ്യുക. സൈനബ്, തൈമുമിനോടൊപ്പം വുളു കൂടി ചെയ്യേണ്ടതുണ്ടോ? അഹ്മദ്, വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവയ്ക്ക് വേണ്ടി തൈമും ചെയ്യലും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകലും നിർബന്ധമാണ്. സൈനബ്, എപ്പോഴാണ് തൈമും ചെയ്യേണ്ടത്? അഹ്മദ്, മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തൈമും ചെയ്യേണ്ടത്. ഈ മണ്ണെടുത്തു വയ്ക്കോ, അസ്ർ നിസ്കാരത്തിന് തൈമും ചെയ്യാനുള്ളതാണ്. സൈനബ്, അസ്ർ നിസ്കാരത്തിന് ളുഹ്റിന്റെ തൈമും മതിയാവില്ലേ? മതിയാവില്ല. ഒരു തൈമും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. എന്നാൽ സുന്നത്തും സ്വലാത്തുൽ ജനാസയും ഒന്നിൽ കൂടുതൽ നിസ്കരിക്കാം. അപ്പൊ കൂട്ടുകാർ മനസ്സിലാക്കണം, ഒരു തൈമും കൊണ്ട് ഒരു ഫർള് മാത്രമാണ്. സുന്നത്ത് നിസ്കാരം എത്ര റക്അത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. അതുപോലെ തന്നെയാണ് മയ്യിത്ത് നിസ്കാരവും. ഒരു തൈമും കൊണ്ട് ഒന്നിൽ കൂടുതൽ നിസ്കരിക്കാം. വലിയ അശുദ്ധിക്കാരനും തൈമും ചെയ്യാൻ പറ്റുമോ? പറ്റും. വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരൻ തൈമും ചെയ്താൽ മതി. അഹ്മദ് നിസ്കാരം ആരംഭിച്ചു. കൂട്ടുകാർക്ക് ഈ പാഠത്തിലൂടെ തൈമും എങ്ങനെ ചെയ്യണമെന്നും തൈമുമിന്റെ ഷർത്തുകളും ഫർളുകളും ബാക്കിയുള്ള നിബന്ധനകളും പഠിച്ചു. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജുഇലത് ലിൽ അർളു മസ്ജിദും വതഹൂറാ, ഭൂമി എനിക്ക് മസ്ജിദും ശുദ്ധീകരണ വസ്തുവുമാക്കി തന്നിരിക്കുന്നു. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം. നുജീബ്,
അതിൽ ഒന്നാമത്തെ ചോദ്യം, തൈമുമിന്റെ ഫർളുകൾ ഏവ? ഉത്തരം: 1. മണ്ണ് അടിച്ചെടുക്കുക. 2. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 3. മുഖം തടവുക. 4. 2 കൈകൾ തടവുക. 5. ക്രമപ്രകാരം ചെയ്യുക. 2. വുളൂഉം തൈമുമും കൂടി ചെയ്യേണ്ടത് ആര്? ഉത്തരം: വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവർ അവയ്ക്ക് വേണ്ടി തൈമും ചെയ്യലും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകുകയും ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും എങ്ങനെയെല്ലാം? ഉത്തരം: വെള്ളം ഇല്ലാത്തത് കൊണ്ടോ രോഗം കാരണമോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും. 4. തൈമും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണ് അടിച്ചെടുക്കണം? ഉത്തരം: ആദ്യം മുഖം തടവാനും പിന്നീട് കൈകൾ തടവാനുമായി 2 തവണ മണ്ണ് അടിച്ചെടുക്കണം. 5. തൈമുമിന്റെ നിയ്യത്ത് എഴുതുക. ഉത്തരം: ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തൈമും ചെയ്യുന്നു. അടുത്ത പേജ് നോക്കൂ. 6ാമത്തെ ചോദ്യം, വുളൂഇന്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തൈമും ചെയ്യേണ്ടത്? ഉത്തരം: മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് മുറിവുള്ളവൻ തൈമും ചെയ്യേണ്ടത്. 7. ഒരു തൈമും കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? ഉത്തരം: ഒരു തൈമും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. 8. ഒരു തൈമും കൊണ്ട് എത്ര റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം? ഉത്തരം: 1-ൽ കൂടുതൽ. 9. തൈമും ചെയ്യാനുള്ള മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം: ശുദ്ധമായ പൊടിമണ്ണ് ആയിരിക്കണം. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നമ്മള ഉൽ ഫറാഹ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. തൈമുമിൽ ആദ്യം മുഖവും പിന്നീട് ഡാഷും തടവണം. ആവരിൽ പൂരിപ്പിക്കേണ്ടത് 2 കൈകൾ. തൈമുമിൽ ആദ്യം മുഖവും പിന്നീട് 2 കൈകളും തടവണം. 2. തൈമുമിനു മുമ്പ് ശരീരത്തിലെ ഡാഷ് നീക്കണം. ആവരിൽ പൂരിപ്പിക്കേണ്ടത് നജസ്. തൈമുമിനു മുമ്പ് ശരീരത്തിലെ നജസ് നീക്കണം. 3. വെള്ളം ഉപയോഗിക്കാൻ ഡാഷിന് മാത്രമേ തൈമും ചെയ്യൽ അനുവദനീയമാകൂ. ആവരിൽ പൂരിപ്പിക്കേണ്ടത് പറ്റാത്തവന്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവന് മാത്രമേ തൈമും ചെയ്യൽ അനുവദനീയമാകൂ. 4. തൈമുമിന് ഡാഷ് ഫർളുകൾ ഉണ്ട്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് 5. തൈമുമിന് 5 ഫർളുകൾ ഉണ്ട്. 5ാമത്തേത് നോക്കൂ. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഡാഷ് എന്ന് നിയ്യത്ത് ചെയ്യുക. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം മക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ എടുത്ത് ഓരോ ബോക്സിൽ എഴുതണം. അപ്പൊ നോക്കൂ. അത്തയമ്മും വെള്ളം, സഈദൻ തയ്യിബ ബാൻഡേജ്, വുളൂ പ്രാർത്ഥന, അൽ ഗുസ്ൽ നിബന്ധന, നജസ് ഉപയോഗം, ഷർത്ത്. 5. അൽ ഫർള് പൊടിമണ്ണ്, അഹ്മദ് ശുദ്ധമായ, സൈനബ് അവയവങ്ങൾ, മസ്ജിദ് കഴുകൽ, തഹൂർ ഭാഗങ്ങൾ. ഈ വാക്കെല്ലാം അതുപോലെ തന്നെ എടുത്ത് തെറ്റില്ലാതെ എഴുതണം. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം തഖ്സീസ് തൈമും ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇത് എഴുതേണ്ട വർക്കല്ല, ചെയ്ത് കാണിക്കേണ്ട വർക്കാണ്. കൂട്ടുകാർ ഉസ്താദിന്റെ നിർദ്ദേശത്തോടെ ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. വുളു എടുത്ത് തുടങ്ങുക. മുറിവുള്ള അവയവം എത്തുമ്പോൾ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ തൈമും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2 കൈകൾ കൊണ്ട് മണ്ണ് അടിച്ചെടുക്കുക. ആദ്യം മുഖം തടവുക. പിന്നീട് വീണ്ടും 2 കൈകൾ കൊണ്ട് മണ്ണ് അടിച്ചെടുത്ത് ആദ്യം ഇടത് കൈ കൊണ്ട് വലത് കൈയും ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈയും തടവുക. പിന്നെ മുറിവുള്ള അവയവത്തിൽ
മുറിവില്ലാത്ത ഭാഗം കഴുകുകയും മുറിവിന് മുകളിൽ കെട്ടുണ്ടെങ്കിൽ അതിനു മുകളിൽ വെള്ളം കൊണ്ട് തടവി വുളു പൂർത്തിയാക്കുക. ഇപ്പൊ നമ്മൾ നോക്കിയ ആ തയമ്മുമിന്റെ രൂപം എങ്ങനെയുള്ളതാണ്? വെള്ളം ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, വെള്ളമുണ്ട്. പക്ഷേ മുറിവുള്ള ആ കാരണത്താലാണ് നമ്മൾ അവിടെ തയമ്മും ചെയ്തത്. കൂട്ടുകാർ മനസ്സിലാക്കണം. തദ്രീബാത്തിൽ 5-ാമത്തെ പ്രവർത്തനം നക്തുബുൽ മസ്അല. മസ്അല വിശദീകരിക്കാനുള്ളതാണ്. 1. ശരീരത്തിൽ വെള്ളം തൊട്ടാൽ രോഗമുണ്ടാവുമെന്ന് വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞു. നിസ്കരിക്കാൻ എന്ത് ചെയ്യും? നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചാൽ തൈമും ചെയ്ത് നിസ്കരിക്കണം. 2. കയ്യിന്മേൽ നനക്കാൻ പാടില്ലാത്ത മുറിവുള്ളവൻ എങ്ങനെ ശുദ്ധി വരുത്തണം? വുളു ചെയ്ത് തുടങ്ങുക. കയ്യിലെ മുറിവിന് വേണ്ടി തൈമും ചെയ്ത് മുറിവില്ലാത്ത ഭാഗങ്ങൾ കഴുകി വുളു പൂർത്തിയാക്കി നിസ്കരിക്കുക. 3. കുളിക്ക് പകരം തൈമും ചെയ്യുന്നവൻ എത്ര തൈമും ചെയ്യണം? ഒരു തൈമും ചെയ്താൽ മതിയാകും. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.